അല്ല, അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ സംഘടനാപരമായി ഇപ്പോൾ അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉത്ഭവിക്കാൻ കാരണം ഞാൻ മുൻപേ തന്നെ സൂചിപ്പിച്ചിരുന്നു. 3 സ്ഥാനം, ഇപ്പോൾ കൊടകര റഷീദാണ് 3 സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിപ്പോൾ 24-ാം തീയതിയിലെ കോർ കമ്മിറ്റി DCC പ്രസിഡന്റ് ആ കോർ കമ്മിറ്റിയിലേക്ക് എന്നെ പ്രത്യേകം വിളിച്ചു വരുത്തി. ജില്ലാ കോർ കമ്മിറ്റിയിൽ ഞാനില്ലാത്ത അന്ന് MP വിൻസെൻ്റ്, O അബ്ദുറഹിമാൻ കുട്ടി, KB ശശികുമാർ തുടങ്ങിയ KPCC ജനറൽ സെക്രട്ടറിമാരും DCC പ്രസിഡന്റും പങ്കെടുത്ത കോർ കമ്മിറ്റി യോഗത്തിലേക്ക് എന്നെ വിളിച്ചു വരുത്തി. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൈ അടയാളം അവർക്ക് കൊടുത്തു. അതുകൊണ്ട് നിങ്ങളെ സ്ഥാനാർത്ഥി, നിങ്ങൾ 3 പേര്, അതായത് ഞാൻ നിർദ്ദേശിച്ച 3 പേര് തന്നെയാണ് സ്ഥാനാർത്ഥികൾ. പക്ഷേ കൈ അവർക്കാണ്. അതിൽ വിചിത്രവാദം ഞാൻ അപ്പോൾ തന്നെ സൂചിപ്പിച്ചു. പക്ഷേ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കൈ ചിഹ്നം പിൻവലിക്കാൻ നിവൃത്തിയില്ല എന്നാണ് DCC പ്രസിഡന്റ് പറഞ്ഞത്. ഞാൻ പിൻവലിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ വ്യക്തമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രേഖകൾ ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. ഞാനത് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ വീട്ടിൽ പോയി ഞാൻ അദ്ദേഹത്തെ ഇത് ബോധ്യപ്പെടുത്തി. അദ്ദേഹം DCC പ്രസിഡന്റിന് ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശവും കൊടുത്തു. പക്ഷേ ആ തീരുമാനം എടുത്തില്ല എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അല്ല, DCC ആഫീസിലേക്ക് അദ്ദേഹം കയറിയില്ല. അദ്ദേഹം താഴെ ഇരുന്ന് DCC പ്രസിഡന്റ് അന്ന് ആ കോർ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത്, താഴെ ഇരുന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് കുറച്ച് ആളുകളെ അയക്കുന്നുണ്ട്, അവർക്ക് ചിഹ്നം കൊടുക്കണമെന്ന് പറഞ്ഞു. ആയിരിക്കാം. എന്നോട് റഷീദ് തന്നെ പറഞ്ഞത്, ഞാനിപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടു, തന്നു. എന്നോട് ഈ വിമത വിഭാഗം എൻ്റെ വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഫോട്ടോഗ്രാഫ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. റഷീദിൻ്റെ വീട്ടിൽ നിന്ന് ഇവർ യാത്രയാകുന്നതും അടക്കമുള്ള ഫോട്ടോഗ്രാഫ്സ് എൻ്റെ കയ്യിലുണ്ട്. അല്ല, മറ്റേ ഫ്ലാറ്റ് KPCC ഞങ്ങളുടെ ആവശ്യം നിരാകരിച്ചു എന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിരാകരിച്ചു എന്ന് അറിഞ്ഞാലോ അല്ലേ ഞങ്ങൾ നിലപാട് സ്വീകരിക്കുള്ളൂ. KPCCയുടെ മുൻപിൽ ഞങ്ങൾ ഈ റഷീദ് ഈ വിഷയം, അതായത് 3 ചിഹ്നം കൊടുത്ത വിഷയമടക്കം ഒട്ടേറെ പരാതികൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായി. ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അവിടെ നടത്തിയില്ല, ഒരു പൊതുയോഗം നടത്തിയില്ല, കൊട്ടിക്കലാശത്തിൽ ഞങ്ങൾ പങ്കെടുത്തില്ല. ഇത്രയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ 10 സീറ്റ് നേടിയതെന്ന് ഓർക്കണം. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഞങ്ങൾ കഴിഞ്ഞ തവണ രേഖ കാണിച്ചല്ലോ, ഞങ്ങൾ UDF സ്ഥാനാർത്ഥികൾ 24 സ്ഥാനാർത്ഥികളുടെയും നോട്ടീസ് അടിച്ചിറക്കിയ അതിൽപ്പെട്ട ആളാണ് ഔസേപ്പ്. ഇത് അടിച്ചതിന് ശേഷമാണ് പണം വാങ്ങി ഞങ്ങളെ ചതിച്ചു പോയത്. കൃത്യമായും ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. ഞാനാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് എല്ലാ നേതൃത്വം കൊടുത്തത് ഞാനാണ്.